നമസ്കാരം, ഗുഡ് മോർണിംഗ്. 24ന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല പ്രഭാതം ആശംസിച്ചുകൊണ്ട് 100 ന്യൂസ് തുടങ്ങുകയാണ്. ഇന്ന് ജൂൺ 22 ശനിയാഴ്ച, മിഥുനമാസം 8-ാം തീയതിയാണ്. ഈ മണിക്കൂറിലെ 100 പ്രധാന വാർത്തകളിലേക്ക്. നീറ്റ് UGC നെറ്റ് പരീക്ഷാ ക്രമക്കേടിന് പിന്നാലെ പൊതുപരീക്ഷാ നിയമം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. കേന്ദ്ര നീക്കം പരീക്ഷകളിലെ ക്രമക്കേട് തടയൽ ലക്ഷ്യമിട്ട് ക്രമക്കേട് നടത്തുന്നവർക്ക് 3 മുതൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും വ്യവസ്ഥ ചെയ്യുന്നതാണ് നിയമം. തമിഴ്നാട് കള്ളക്കുറിച്ചിയിലെ വ്യാജമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ 52ആയി. 118 പേർ 4 ആശുപത്രികളിലായി ചികിത്സയിൽ. സംഭവത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. BJP ജില്ലാ ആസ്ഥാനങ്ങളിൽ ഇന്ന് പ്രതിഷേധം. തമിഴ്നാട് നിയമസഭാ സമ്മേളനം തുടരുന്നു. +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സമരം ഇന്നും തുടരും. അനിശ്ചിതകാല RDD ഓഫീസ് ഉപരോധം പ്രഖ്യാപിച്ച MSF. 3ാം അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് സീറ്റ് ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം കടുപ്പിക്കുന്നത്. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു. വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഹോർട്ടികോർപ്പ് ഇടപെടുന്നില്ലെന്ന് പരാതി. പല ഇനങ്ങളും പൊതുവിപണിയേക്കാൾ കൂടിയ വിലയ്ക്ക് ഹോർട്ടികോർപ്പ് വിൽക്കുന്നതായ ആക്ഷേപം. അയൽ സംസ്ഥാനങ്ങളിൽ മഴ ശക്തമായതാണ് സംസ്ഥാനത്ത് പച്ചക്കറിക്ക് വില ഉയരാൻ കാരണം. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വഴിയുള്ള അരിക്കടത്തിന് തടയിടാൻ കർശന നടപടികളുമായി കസ്റ്റംസ്. ടെർമിനലിൽ പരിശോധന വ്യാപകമാക്കും. 1 മാസത്തിനിടെ 10-ലധികം തവണ അരി കടത്താനുള്ള ശ്രമം പിടിക്കപ്പെട്ടതോടെയാണ് നടപടി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സമവായവുമായി സെറോ മലബാർ സഭാ സിനഡ്. അടുത്ത മാസം 3-നുള്ളിൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്താകുമെന്ന സർക്കുലറിൽ ഇളവ് വരുത്തി. ജൂലൈ 3-നു ശേഷം ഞായറാഴ്ചകളിൽ ഒരു കുർബാന ഏകീകൃത രീതിയിൽ നടത്തണമെന്ന പുതിയ നിർദ്ദേശം. GST കൗൺസിൽ യോഗം ഇന്ന് ഡൽഹിയിൽ. ഉദ്യോഗസ്ഥ തലത്തിലുള്ള സമിതിയുടെ നിയമ ഭേദഗതി ശുപാർശകൾ കൗൺസിൽ യോഗം അവലോകനം ചെയ്യും. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളുമായി ബന്ധപ്പെട്ട് GST നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്ന കാര്യം യോഗം പരിഗണിക്കും. മലപ്പുറം വളാഞ്ചേരിയിൽ ദളിത് യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തെന്ന കേസിൽ കസ്റ്റഡിയിലെടുത്തവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. പിടിയിലായത് പീടികപ്പടി സ്വദേശികളായ സുനിൽ, ശശി, പ്രകാശൻ എന്നിവർ. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഇടുക്കി കൂട്ടാറിൽ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടത്തിലാണ് പാർട്ടി ഓഫീസിന്റെ പ്രവർത്തനം. വാടകയ്ക്കെടുത്ത മുറിയാണെന്നും കയ്യേറ്റത്തിന്റെ കാര്യം അറിയില്ലെന്നും CPI ജില്ലാ നേതൃത്വം. കേരളത്തിലെ ജലമാമാങ്കത്തിന് തുടക്കം കുറിക്കുന്ന ചമ്പക്കുളം മൂലം വള്ളംകളി ഇന്ന്. രാജപ്രമുഖൻ ട്രോഫിക്കായി 6 ചുണ്ടൻ വള്ളങ്ങളാണ് പമ്പയാറ്റിൽ തുഴ എറിയുന്നത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ മത്സര വള്ളംകളികൾക്ക് തുടക്കമാകും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരാൻ സാധ്യത. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോടെം സ്പീക്കറാകാത്തതിൽ അസ്വാഭാവികതയില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഭക്തൃഹരി മക്തബിന്റെ നിയമനം വ്യവസ്ഥകൾ പാലിച്ചു. ഏറ്റവും കൂടുതൽ കാലം ഇടവേളകളില്ലാതെ സഭാംഗമായിരുന്നയാൾക്കാണ് പ്രോടെം സ്പീക്കർ പദവിക്ക് അർഹത. കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ വ്യക്തമാക്കി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. കേരളത്തിലെ പ്രധാന വാർത്തകൾ. കുന്നംകുളത്ത് സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിനിടയിൽ സംഘർഷം. കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് കൂട്ടമായി എത്തിയ വിദ്യാർത്ഥികൾ 2 ചേരികളായി തിരിഞ്ഞ് ഏറ്റുമുട്ടി. സംഘർഷത്തിൽ സിവിൽ പോലീസ് ഓഫീസർക്കും നിരവധി വിദ്യാർത്ഥികൾക്കും പരുക്ക്. ബസിനുള്ളിൽ മകളോട് മോശമായി പെരുമാറിയയാളുടെ മുഖത്തടിച്ച് അമ്മ. അടിയേറ്റ അടൂർ മുണ്ടപ്പള്ളി സ്വദേശി രാധാകൃഷ്ണപിള്ളയ്ക്കെതിരെ പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തു. കാസർഗോഡ് കുമ്പളയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. കൊടിയമ്മ പേപ്പിനടുക്ക സ്വദേശി അസ്കറാണ് മരിച്ചത്. തൃശൂർ അയിലൂർ കൽച്ചാടിയിൽ കാട്ടാനശല്യം രൂക്ഷം. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് കർഷകർ. റെയിൽവേ സിഗ്നൽ കേബിളുകൾ മോഷണം പോയതോടെ മലബാറിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. കോഴിക്കോട് വടകര പൂവാടൻ ഗേറ്റിന് സമീപത്തു നിന്നാണ് കേബിൾ മോഷണം പോയത്. 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. സൈന്യത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയയാൾ പിടിയിൽ. അറസ്റ്റിലായത് എറണാകുളം സ്വദേശി സന്തോഷ് കുമാർ. ബംഗളൂരുവിൽ നിന്നാണ് പ്രതി പിടിയിലായത്.
കേരള NGO യൂണിയൻ 61ാം സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കോഴിക്കോട് തുടക്കമാകും. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നാളെ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം ന്യൂസ് ക്ലിക്ക് എഡിറ്റർ ഇൻ ചീഫ് പ്രബീർ പുർക്കായസ്ത ഉദ്ഘാടനം ചെയ്യും. നാളെയും മറ്റന്നാളുമായുള്ള പ്രതിനിധി സമ്മേളനത്തിൽ 931 പേർ പങ്കെടുക്കും. കേരള സർവകലാശാലയുടെ ഈ വർഷത്തെ NSS പുരസ്കാരങ്ങളിൽ കൊട്ടാരക്കര സെയിന്റ് ഗ്രിഗോറിയസ് കോളേജിന് നേട്ടം. മികച്ച NSS യൂണിറ്റ്, മികച്ച പ്രോഗ്രാം ഓഫീസർ, വോളണ്ടിയർ ലീഡർ, GP സജിത് ബാബു മെമ്മോറിയൽ അവാർഡ് എന്നിവ കോളേജിലെ NSS യൂണിറ്റിന്. തൃശൂരിൽ യോഗാ ദിനത്തിൽ യോഗാസനങ്ങൾ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങൾ വിതരണം ചെയ്ത് മേജർ PJ സ്റ്റൈജു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ NCC കേഡറ്റുകൾക്ക് യോഗാസന പുസ്തകം വിതരണം ചെയ്തു. തൃശൂർ പുത്തൻചിറ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയും പുത്തൻചിറ പഞ്ചായത്തും സംയുക്തമായി യോഗ ദിനാചരണം നടത്തി. പുത്തൻചിറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സംഗീത അനീഷ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് നിന്ന് ഇന്നലെ കാണാതായ 15-കാരനെ കണ്ടെത്തി. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. കോഴിക്കോട് ജില്ലയിൽ സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ പദ്ധതിയിൽ മികച്ച രീതിയിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കൊടുവള്ളിക്കും, ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം ചക്കിട്ടപ്പാറയ്ക്കും ലഭിച്ചു. DPC ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കോഴിക്കോട് നടന്ന വിവരാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ ഹാജരാകാതിരുന്ന 4 വിവരാവകാശ ഓഫീസേഴ്സിന് സമൻസ് അയച്ച് വിവരാവകാശ കമ്മീഷണർ. ജില്ലാ പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ പരിഗണിച്ച 18 കേസുകളിൽ 13 തീർപ്പാക്കി. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്ക് സ്നേഹസ്മരണയൊരുക്കി മന്ന ചാരിറ്റബിൾ ട്രസ്റ്റ്. ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം എന്ന പേരിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പദ്ധതി ആരംഭിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം പുതുപ്പള്ളി സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്നു. തിരുവനന്തപുരം ആനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് തെരുവുനായ്ക്കളുടെ താവളമായി മാറിയെന്ന് പരാതി. 4 ദിവസം മുൻപ് ഒരാൾക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. കൊല്ലം സ്റ്റേറ്റ് ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ സമ്മേളനം ഇന്നു മുതൽ കൊല്ലം C. കേശവൻ സ്മാരക ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ പ്രസിഡന്റ് S. സുരേഷ് കുമാർ പതാക ഉയർത്തും. കണ്ണൂർ തളിപ്പറമ്പ് സംസ്ഥാന പാതയിൽ കാടുമൂടി മുന്നറിയിപ്പ് ബോർഡുകൾ. ഹെയർപിൻ വളവുകളുള്ള പാതയിലെ ബോർഡുകളാണ് കാടുമൂടിയത്. കാട് വെട്ടിത്തെളിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. എറണാകുളം സെയിന്റ് തെരേസാസ് കോളേജ് NSS യൂണിറ്റും യോഗ പൂർണിമ എന്ന സംഘടനയും സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടത്തി. ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ ഷൗക്കത്ത് മുഖ്യാതിഥിയായി. എമിനറ്റ് ക്രിക്കറ്റ് ക്ലബ് സേലത്ത് വെച്ച് നടത്തിയ 2020 ടൂർണമെന്റിൽ HMT BCCക്ക് കിരീടം. നേട്ടം 4-ൽ 3 മത്സരങ്ങളും ജയിച്ച് ബ്രദേഴ്സ് ക്രിക്കറ്റ് ക്ലബിന്റെ അരുൺകുമാർ ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ. എസ്കോർ ടീമിലെ ജോജോ വിക്കറ്റ് വേട്ടയിൽ 1-ാമൻ. BCCയുടെ അൻഷാദ് ബഷീർ ടൂർണമെന്റിന്റെ താരം. വിനോദ് കരിമാട്ട് മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള പ്രഥമ പ്രസ് ക്ലബ് ക്രിക്കറ്റ് ലീഗ് സീസണിന്റെ ലോഗോ പ്രകാശനം ഹൈബി ഈഡൻ MP നിർവഹിച്ചു. വിനോദ് കരിമാട്ടിന്റെ ഭാര്യ സൗമ്യ ലോഗോ ഏറ്റുവാങ്ങി. കോഴിക്കോട് അത്തോളി വേളൂർ GM UP സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ശുചിമുറി സമുച്ചയം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. 2 ഘട്ടങ്ങളിലായി 21 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സമുച്ചയം പണിതത്. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് AWH സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഹിയറിംഗ് ഇംപയർമെന്റ് യോഗാ ദിനാചരണം നടത്തി. പ്രശസ്ത സൈക്കോളജിസ്റ്റും സൈലൻസ്ഡ് ഇമോഷൻസ് റീസൗണ്ടിംഗ് ലൈഫ് സ്ഥാപകനുമായ മുഹമ്മദ് സഹൽ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് കവായി കായലിൽ ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് സർവീസിനായി പണിത ജെട്ടി തകർച്ചയുടെ വക്കിൽ. കൈവരികൾ പലതും തകർന്ന നിലയിൽ. ബോട്ട് ജെട്ടി സംരക്ഷിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. തിരുവനന്തപുരം മണ്ണമ്പൂർ പഞ്ചായത്ത് അനധികൃത മണ്ണുകടത്തൽ വ്യാപകം. മണ്ണുകടത്ത് തടയാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീഷണിയും കയ്യേറ്റവുമെന്നും പരാതി. കോട്ടയം ആർപ്പൂക്കര പഞ്ചായത്തിൽ തെരുവുനായയുടെ ശല്യം രൂക്ഷം. വില്ലൂന്നി, ചൂരക്കാവ്, കുട്ടോമ്പുറം, തൊണ്ണംകുഴി, അമ്പലക്കവല ഭാഗങ്ങളിലാണ് തെരുവുനായകൾ തമ്പടിക്കുന്നത്. ഇടുക്കി ഉപ്പുകുന്ന് വ്യൂ പോയിന്റിൽ മാലിന്യ കൂമ്പാരം. ദിവസേന 100 കണക്കിന് സഞ്ചാരികൾ എത്തുന്ന സ്ഥലത്താണ് മാലിന്യ കൂമ്പാരം. പ്ലാസ്റ്റിക് കുപ്പിക്കുള്ളിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് കൊതുകുകൾ പെരുകാൻ കാരണമാകുന്നതായി പ്രദേശവാസികൾ. തൃശൂർ ചന്ദ്രാപ്പന്നിയിൽ വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണം മുടങ്ങിയിട്ട് 1 മാസം പിന്നിട്ടു. ജലവിതരണ പൈപ്പിലെ പ്രശ്നം പരിഹരിച്ച് ശുദ്ധജല വിതരണം ഉടൻ പുനഃസ്ഥാപിക്കണമെന്ന് പ്രദേശവാസികൾ. ഇനി പ്രധാന അറിയിപ്പുകളിലേക്ക്.
തൃക്കാക്കര നഗരസഭാ പരിധിയിൽ ഇന്ന് ജലവിതരണം മുടങ്ങും. നിയന്ത്രണം കാക്കനാട് പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നാളെ സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പ് നടത്തും. നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 10 മുതലാണ് ക്യാമ്പ്. കോഴിക്കോട് വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെമിസ്ട്രി അധ്യാപകരുടെ ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 11-ന് സ്കൂൾ ഓഫീസിൽ. കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. താമരശ്ശേരി സെക്ഷൻ, മാവൂർ സെക്ഷൻ പരിധികളിലാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുക. മൃഗസംരക്ഷണ വകുപ്പിന്റെ വൈക്കം ബ്ലോക്കിലെ മൊബൈൽ വെറ്റിനറി യൂണിറ്റിൽ വെറ്റിനറി സർജനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. വാക്ക് ഇൻ ഇന്റർവ്യൂ ഇന്ന് രാവിലെ 11-ന് മൃഗസംരക്ഷണ ഓഫീസിൽ. CISF കൊച്ചിൻ ഷിപ്പ്യാർഡ് യൂണിറ്റിലെ പഴയ സാധനങ്ങളുടെ പൊതുലേലം ഇന്ന് രാവിലെ 10-ന് ഷിപ്പ്യാർഡിലെ ക്വാർട്ടർ മാസ്റ്റർ സ്റ്റോറിലാണ് ലേലം. ഇനി ദേശീയ വാർത്തകളിലേക്ക്. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തം ദൗർഭാഗ്യകരമെന്ന് നടൻ സൂര്യ. മദ്യനിരോധനം തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായി മാത്രം ഒതുങ്ങുന്നുവെന്ന് വിമർശനം. എല്ലാ ജില്ലകളിലും പുനരധിവാസ കേന്ദ്രങ്ങൾ ഉറപ്പാക്കണമെന്നും നടൻ. രാജ്യതലസ്ഥാനത്ത് കടുത്ത ഉഷ്ണതരംഗത്തിന് ആശ്വാസമായി മഴ. RK പുരം, ഗുരുഗ്രാം മേഖലകളിൽ ഇന്നലെ പെയ്തത് ശക്തമായ മഴ. മഴയ്ക്ക് പിന്നാലെ ഡൽഹിയിലെ ശരാശരി താപനില 40 ഡിഗ്രിയിലേക്ക് താഴ്ന്നു. മുംബൈയിൽ മുകേഷ് അംബാനിയുടെ ഡീപ് ഫേക്ക് വീഡിയോ നിർമ്മിച്ച യുവതിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെന്ന് പരാതി. അന്ധേരി സ്വദേശി ആയുർവേദ ഡോക്ടറെ കബളിപ്പിച്ച് തട്ടിയെടുത്തത് 7 ലക്ഷം രൂപ. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ആഭ്യന്തര വകുപ്പ് വർക്ക് പെർമിറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ഇന്ത്യ വിടാൻ നിർബന്ധിതനായെന്ന വിദേശ മാധ്യമപ്രവർത്തകൻ സെബാസ്റ്റ്യൻ ഫാസിസിന്റെ ആരോപണം തള്ളി വിദേശകാര്യ മന്ത്രാലയം. ഫാസിസിന്റെ പെർമിറ്റ് ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണെന്നും ഇന്ത്യ വിടാനുള്ള തീരുമാനം അദ്ദേഹത്തിന്റേത് മാത്രമാണെന്നും വിശദീകരണം. 13 വർഷമായി രാജ്യത്ത് വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു സെബാസ്റ്റ്യൻ ഫാസിസ്. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങി ഉത്തർപ്രദേശ് സർക്കാർ. കടുത്ത പിഴയും ജയിൽ ശിക്ഷയും നിയമത്തിൽ വ്യവസ്ഥയാക്കും. ഒന്നിലധികം പേപ്പർ സെറ്റുകൾ, പരീക്ഷാ കേന്ദ്രങ്ങളുടെ തെരഞ്ഞെടുപ്പ് നിരീക്ഷണം എന്നിവ പുതിയ നടപടികളിൽ ഉൾപ്പെടുത്തും. പുനെ വാഹനാപകട കേസിൽ മുഖ്യപ്രതിയായ കമുവാരക്കാരന്റെ പിതാവിന് ജാമ്യം. കർശന ഉപാധികളോടെ ജാമ്യം നൽകിയത് പുനെ കോടതി. വിശാൽ അഗർവാളിനെ കൂടാതെ കേസിലെ 4 പ്രതികൾക്ക് കൂടി ജാമ്യം. ഹാൻഡ് മിറാഷ് 2005 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ നടപടി തുടങ്ങി കേന്ദ്ര സർക്കാർ. ഖത്തറുമായി പ്രാഥമിക ചർച്ച നടത്തി. ഖത്തറിൽ നിന്ന് 12 വിമാനങ്ങൾ വാങ്ങുന്നതോടെ ഇന്ത്യയുടെ പക്കലുള്ള മിറാഷ് ശ്രേണിയിലെ യുദ്ധവിമാനങ്ങളുടെ എണ്ണം 60 ആകും. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ അടൽ സേതുവിന്റെ നിർമ്മാണത്തിൽ ഗുരുതര അഴിമതി ആരോപിച്ച് കോൺഗ്രസ്. പാലത്തിന്റെ നിർമ്മാണത്തിൽ ഗുണനിലവാരമില്ലെന്നും നടന്നത് വൻ അഴിമതിയെന്നും മഹാരാഷ്ട്ര PCC പ്രസിഡന്റ് നാനാ പട്ടേൽ. വിള്ളൽ പാലത്തിലല്ല, അപ്രോച്ച് റോഡിലാണെന്ന് BJP. ഒഡീഷയിൽ ഡിഫ്തീരിയ കേസുകളിൽ വർധന. രായഗഡ, കോരാപുട്ട് ജില്ലകളിലായി ഇതുവരെ 6 കുട്ടികൾ ഡിഫ്തീരിയ ബാധിച്ച് മരിച്ചെന്ന റിപ്പോർട്ട്. നിരീക്ഷണം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ തടവുകാരൻ ലോക്കപ്പിൽ മരിച്ചതിനെ തുടർന്ന് സംഘർഷം. കല്ലേറും തീവെപ്പുമുണ്ടായി. 2 പോലീസുകാർക്ക് പരുക്ക്. ടീസ്റ്റ പദ്ധതിയിൽ നിന്ന് ചൈനയെ അകറ്റി നിർത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ വിജയത്തിലേക്ക്. ഷെയ്ഖ് ഹസീന S ജയശങ്കർ കൂടിക്കാഴ്ചയിൽ സുപ്രധാന ധാരണ. പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ന് ഇരു രാജ്യങ്ങളും സുപ്രധാന കരാറുകളിൽ ഒപ്പുവെക്കും. പീഡനക്കേസിൽ കുരുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചെന്ന് JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുടെ സഹോദരൻ സൂരജ് രേവണ്ണ. JDS പ്രാദേശിക നേതാവിനെതിരെയാണ് പരാതി. മഹാരാഷ്ട്രയിലെ വധ്വാൻ തുറമുഖത്തിന്റെ നവീകരണം അടുത്ത വർഷം ആരംഭിക്കും. 76,000 കോടി രൂപ ചെലവിട്ടാണ് തുറമുഖ നവീകരണം. രാജ്യാന്തര വാർത്തകൾ. ആൽബർട്ടോ ചുഴലിക്കാറ്റ് മെക്സിക്കോയിൽ പ്രവേശിച്ചു. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 4 പേർ മരിച്ചു. തായ്വാനിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. 36 ചൈനീസ് വിമാനങ്ങളും 7 നാവിക കപ്പലുകളും രാജ്യാതിർത്തിയിലെത്തിയെന്ന് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. ദക്ഷിണ ചൈനയിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 38 കോടികളുടെ നഷ്ടമുണ്ടായെന്ന് ചൈനീസ് സർക്കാർ. തുർക്കിയിൽ കാട്ടുതീ വ്യാപിക്കുന്നു. 11 മരണം, 44 പേർക്ക് പരുക്കേറ്റതായും തുർക്കി ആഭ്യന്തരമന്ത്രി അലി യറികായ. ഗസയിൽ ഇസ്രായേൽ ബോംബാക്രമണം, 30 പേർ കൊല്ലപ്പെട്ടതായി ഗസ ആരോഗ്യ മന്ത്രാലയം. ഇതോടെ മരണസംഖ്യ 37,000 കടന്നു.
ഹോണ്ടുറാസിലും ഗുവാട്ടിമാലയിലും കനത്ത മഴ. ഗുവാട്ടിമാലയിൽ മണ്ണിടിച്ചിൽ 27 പേർക്ക് ദാരുണാന്ത്യം. നിരവധി വീടുകൾ വെള്ളത്തിനടിയിൽ. രക്ഷാപ്രവർത്തനം തുടരുന്നു. വെള്ളപ്പൊക്കത്തിൽ വലഞ്ഞ ബംഗ്ലാദേശ്. 2 ദശലക്ഷത്തിലധികം ആളുകളുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. കുടുങ്ങിക്കിടക്കുന്നവർക്കുള്ള അടിയന്തര സഹായം ആവശ്യമെന്ന് യുനിസെഫ്. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർ നാട്ടിലേക്ക് മടങ്ങി തുടങ്ങി. സ്വകാര്യ ഗ്രൂപ്പുകളിലെത്തിയവരാണ് നാട്ടിലെത്തിയത്. ഹജ്ജ് കമ്മിറ്റി വഴി എത്തിയ തീർത്ഥാടകരുടെ മടക്കയാത്ര നാളെ തുടങ്ങും. കുവൈറ്റ് ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ബന്ധുക്കളെ ഉടൻ കുവൈറ്റിലെത്തിക്കുമെന്ന് NBTC മാനേജ്മെന്റ്. വിദഗ്ധ ചികിത്സയ്ക്കായി സ്വന്തം രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ട സൗകര്യവും ഒരുക്കും. രാജ്യത്തെ ഏറ്റവും വലിയ സംയോജിത പഞ്ചസാര ഉൽപാദകരിലൊന്നായ ത്രിവേണി എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് സർഷാദി ലാൽ എന്റർപ്രൈസസിന്റെ ഓഹരികൾ വാങ്ങാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. 36% ഓഹരികളാകും വാങ്ങുക. AI ഫീച്ചർ ആഗ്രഹിക്കുന്നവർക്കായി പുത്തൻ മോഡലുമായി റിയൽമി GT6 ഇന്ത്യൻ വിപണിയിലെത്തി. വിപണി വില 40,999 രൂപ മുതൽ. റീചാർജ് പ്ലാനുകളിൽ പുതിയ ഓഫർ അവതരിപ്പിച്ച് എയർടെൽ. പുതിയ ഡാറ്റ പ്ലാൻ അനുസരിച്ച് 9 രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്ന ഉപഭോക്താവിന് അൺലിമിറ്റഡ് ഡാറ്റ ലഭിക്കും. സൂം കാറുമായി ചേർന്നുള്ള പങ്കാളിത്തത്തിന് തുടക്കമിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ്. യാത്രികർക്ക് ഇഷ്ടമുള്ള കാർ ബുക്ക് ചെയ്യാനും എയർപോർട്ടിൽ നിന്നു തന്നെ വാഹനമെടുത്ത് സ്വയം ഓടിച്ചു പോകാനുമുള്ള സംവിധാനമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരുക്കിയത്. യൂറോ കപ്പിൽ പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഇന്നിറങ്ങും. രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ തുർക്കിയാണ് എതിരാളികൾ. പ്രീ ക്വാർട്ടർ പ്രതീക്ഷ നിലനിർത്താൻ ബെൽജിയവും ഇന്ന് ജീവൻ മരണ പോരിനിറങ്ങും. യൂറോ കപ്പിൽ ജോർജിയ ചെക്ക് റിപ്പബ്ലിക് പോരാട്ടം ഇന്ന്. മത്സരം വൈകിട്ട് 6:30. ആദ്യ മത്സരം പരാജയപ്പെട്ട ഇരു ടീമുകൾക്കും ഇന്ന് ജയം അനിവാര്യം. യൂറോ കപ്പ് ഫുട്ബോളിൽ യുക്രൈന് ജയം. 1-2 ഗോളിന് സ്ലോവാക്യയെ തോൽപ്പിച്ചു. ആദ്യ പകുതിയിൽ പിന്നിലായിരുന്ന യുക്രൈൻ രണ്ടാം പകുതിയിൽ 2 ഗോൾ തിരിച്ചടിച്ച് ജയിച്ചു കയറുകയായിരുന്നു. T20 ലോകകപ്പിലെ സൂപ്പർ 8 റൗണ്ടിൽ ഇന്ത്യക്ക് ഇന്ന് രണ്ടാം മത്സരം. രാത്രി 8 മണിക്ക് ആന്റിഗ്വയിൽ നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് എതിരാളികൾ. T20 ലോകകപ്പിൽ കൂടുതൽ ക്യാച്ച് നേടുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത്. 10 ക്യാച്ചുകളാണ് ഋഷഭ് പന്ത് ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. 9 ക്യാച്ചുകളുള്ള ആദം ഗിൽക്രിസ്റ്റ്, ജോസ് ബട്ട്ലർ എന്നീ താരങ്ങളെ പിന്നിലാക്കിയാണ് നേട്ടം. T20 ലോകകപ്പ് സൂപ്പർ 8-ൽ ഇംഗ്ലണ്ടിനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം. ആവേശ പോരാട്ടത്തിൽ ഇംഗ്ലീഷ് പടയെ തോൽപ്പിച്ചത് 7 റൺസിന്. ക്വിന്റൻ ഡി കോക്ക് കളിയിലെ താരം. ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനുള്ള ഷെഡ്യൂൾ പുറത്ത്. 4 T20 മത്സരങ്ങൾ അടങ്ങുന്ന പരമ്പര നവംബറിൽ തുടങ്ങും. പരിശീലക സ്ഥാനത്തു നിന്ന് പുറത്തായതിനു പിന്നാലെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെതിരെ ആഞ്ഞടിച്ച് കോച്ച് ഇഗോർ സ്റ്റിമാച്ച്. അധികാരമോഹികളുടെ കൈകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന് വിമർശനം. അടുത്ത 20 വർഷത്തേക്ക് ഇന്ത്യൻ ഫുട്ബോളിന് പുരോഗതി കൈവരിക്കാനാകില്ലെന്നും കുറ്റപ്പെടുത്തി. പ്രഥമ സ്പോർട്സ് ലോകകപ്പ് ജൂലൈ 3 റിയാദിൽ ആരംഭിക്കും. 2 മാസത്തോളം നീളുന്ന മത്സരങ്ങളിൽ 1500-ലേറെ പേർ പങ്കെടുക്കും. $60 മില്യൺ സമ്മാനമാണ് വിജയികളെ കാത്തിരിക്കുന്നത്. ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ഇളയ ദളപതി വിജയ്ക്ക് ഇന്ന് 50ാം പിറന്നാൾ. ആശംസകൾ നേർന്ന ആരാധകരും സിനിമാ ലോകവും. പ്രഭാസ് നാഗ് അശ്വിൻ ബ്രഹ്മാണ്ഡ ചിത്രം കൽക്കി 2898 AD പ്രീ റിലീസ് ട്രെയിലർ പുറത്തിറങ്ങിയ ഈ മാസം 27-ന് ചിത്രം തിയേറ്ററുകളിലെത്തി. ബോളിവുഡ് ചിത്രം ഡോൺ 3-ൽ ഷാരൂഖ് ഖാൻ ഇല്ല. ചിത്രത്തിൽ നായകനായി രൺവീർ സിംഗ് എത്തും. കിയാര അദ്വാനി നായികയായി എത്തുമെന്നും റിപ്പോർട്ടുകൾ. ടോവിനോ തോമസ് ചിത്രം അദൃശ്യ ജാലകങ്ങൾ ഇൻഡോ ജർമ്മൻ ഫിലിം വീക്ക് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കും. ജൂലൈ 4 മുതൽ 14 വരെയാണ് ഫെസ്റ്റിവൽ. ഇനി നോക്കാം വൈറൽ ട്രെൻഡ്സ്. ചിരിമണി മുല്ലേ ചിത്തിരമുല്ല എന്ന ഗാനത്തിന് ചുവടുവെച്ച് ഒരു കൂട്ടം ചെറുപ്പക്കാർ.
ഒന്നാം രാഗം പാടിയെന്ന ഗാനം വയലിനിൽ വായിച്ച യുവാവിനൊപ്പം ഗാനം ആസ്വദിക്കുന്ന നായയെയും വീഡിയോയിൽ കാണും. അടിപൊളിയായി പിയാനോ വായിച്ച് കൊച്ചുകുട്ടികൾ, വീഡിയോ വൈറൽ. ഫാക്ട് ചെക്ക്. സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വന്നാൽ ഗോവധ നിരോധന നിയമം നടപ്പാക്കുമെന്ന് വ്യാജ പ്രചാരണം. പ്രിയങ്ക ഗാന്ധിയുടെ ചിത്രം സഹിതമാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധിയോ കോൺഗ്രസോ ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ല. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. റഫ അതിർത്തിയിലെ അൽമവാസി അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രയേൽ ആക്രമണം. 25 പേർ കൊല്ലപ്പെട്ടു, 50 പേർക്ക് പരുക്ക്. നികുതി വർധനയ്ക്കെതിരെ കെനിയയിൽ പ്രതിഷേധം തുടരുന്നു. പ്രതിഷേധത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരു മരണം, 200-ലധികം പ്രതിഷേധക്കാർ അറസ്റ്റ്. അമേരിക്കയിലെ ആർക്കൻസസ് സൂപ്പർ മാർക്കറ്റിൽ വെടിവയ്പ്, 3 പേർ കൊല്ലപ്പെട്ടു, 10 പേർക്ക് പരുക്ക്. വിനോദസഞ്ചാരത്തിനും ബിസിനസിനും വേണ്ടി പൗരന്മാർക്ക് 5 വർഷം വരെയുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസകൾ നൽകാനൊരുങ്ങി ചൈനയും ഓസ്ട്രേലിയയും. ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്വാങ്ങിന്റെ ഓസ്ട്രേലിയ സന്ദർശനത്തിനെ തുടർന്നാണ് പുതിയ പ്രഖ്യാപനം. ഗാബോണിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. തലസ്ഥാന നഗരമായ ലിബർവില്ലിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 2022 ശേഷം രാജ്യത്ത് പക്ഷിപ്പനി ബാധയുണ്ടാകുന്നത് ഇതാദ്യമായി. ഇനി നോക്കാം ഇപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട ചില വാർത്തകൾ. റഷ്യ ഉത്തര കൊറിയ സൈനിക സഹകരണത്തെ അപലപിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ലോകമെമ്പാടുമുള്ള സമാധാനം, സുരക്ഷ, സമൃദ്ധി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ US ദക്ഷിണ കൊറിയ സഖ്യത്തിന്റെ പ്രാധാന്യം ചർച്ചയായി. ഡൽഹിയിലെ ഹനുമാൻ ധരംകാന്തയ്ക്ക് സമീപമുള്ള ഫാക്ടറിയിൽ തീപിടുത്തം. 28 അഗ്നിരക്ഷാസേനാ യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 1500 കോടി രൂപ കൂടി കടമെടുക്കാനുള്ള സംസ്ഥാന നീക്കത്തിന് കേന്ദ്രം തടയിടില്ല. ഈ മാസം 25-ന് റിസർവ് ബാങ്കിന്റെ കുബേർ സംവിധാനം വഴിയാണ് കേരളം കടമെടുക്കുക. 1500 കോടി കടമെടുക്കുന്നതോടെ ഈ വർഷത്തെ കടമെടുപ്പ് 8000 കോടി രൂപയിലെത്തും. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.